ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മന്ത്ര സാരി ഡ്രേപ്പിംഗ് സ്റ്റുഡിയോ. ഇന്ന് ഞാൻ സാരി ഡ്രേപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒന്നാമത്തേത്, ഇപ്പോഴും ഒത്തിരി പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡൗട്ടാണ്, സാരിയുടെ പുറകു ഭാഗം മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്യുന്നു, അതായത് മടങ്ങി മുകളിലേക്ക് വരുന്നു. അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരം എന്ത് എന്നുള്ളത്. അതുപോലെ തന്നെ ലോവർ പ്ലീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം, നമ്മൾ ലോവർ പ്ലീറ്റ് ടക്കിൻ ചെയ്തതിന് ശേഷം സൈഡിൽ എക്സസൈസ് വരുന്ന പോർഷൻസ്, കുറച്ച് തുണി സൈഡിൽ ഇങ്ങനെ എക്സസൈസ് കിടക്കും, അത് എന്ത് ചെയ്യണം എന്നതാണ് രണ്ടാമത്തെ ഡൗട്ട്. മൂന്നാമത്തേത്, മുന്താണിയുടെ ഇറക്കം എങ്ങനെയാണ്, ഏത് വരെ സെറ്റ് ചെയ്യണം, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നതാണ് മൂന്നാമത്തെ ഡൗട്ട്. അപ്പോൾ ഇത് മൂന്നും എങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ഡൗട്ട്, പുറകിലെ സാരിയുടെ പോർഷൻസ് ഫ്ലിപ്പ് ചെയ്ത്, അതായത് മടങ്ങി മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നോക്കാം. അതിനാദ്യമേ ചെയ്യേണ്ടത്, ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യമേ വേണ്ടത് നമ്മുടെ അണ്ടർസ്കേർട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മുടെ സൈസും കറക്റ്റ് ഇറക്കത്തിനും അനുസരിച്ചിട്ട് അണ്ടർസ്കേർട്ട് പെർഫെക്റ്റ് ആയിരിക്കണം. മാത്രമല്ല, അണ്ടർസ്കേർട്ടിൻ്റെ ഇറക്കം ഫ്ലോറിൽ നിന്ന് 1/2 ഇഞ്ചെങ്കിലും മുകളിലേക്ക് പൊങ്ങി നിൽക്കണം. അത്രയും ഇറക്കത്തിൽ വേണം അണ്ടർസ്കേർട്ട് സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഉടുക്കുമ്പോൾ, ഡ്രൈപ്പ് ചെയ്യുമ്പോൾ, അതായത് അണ്ടർസ്കേർട്ട് ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ അണ്ടർസ്കേർട്ടും സാരിയും തമ്മിൽ അധികം ഡിസ്റ്റൻസ് പാടില്ല. അതായത് അധികം ഇറക്കം ഏകദേശം, സാരിയും അണ്ടർസ്കേർട്ടിൻ്റെ ഇറക്കം ഏകദേശം ഒരേപോലെ തന്നെ വരുത്താൻ നോക്കണം. അതായത് അണ്ടർസ്കേർട്ടിൻ്റെ ഭാഗം അടിയിലേക്ക് കാണാനും പാടില്ല, എന്നാൽ സാരിയുടെ പോർഷൻ അതേ കയറി പോകാനും പാടില്ലാത്ത രീതിയിൽ അണ്ടർസ്കേർട്ടിൻ്റെ ജസ്റ്റ് താഴെ സാരി വരുന്ന രീതിയിൽ സാരി ഡ്രൈപ്പ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സാരി അടുത്തതായിട്ട് നമുക്ക് സാരി ഫോൾ ഉപയോഗിക്കാം. സാരി ഫോൾ ഉപയോഗിച്ചാലും ഈ ഫ്ലിപ്പ് ചെയ്യുന്നത് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാം. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, സാരി ടക്കിൻ ചെയ്യുന്ന സമയത്ത് സാരി സ്റ്റഡി ആയിട്ട് തന്നെ, അതായത് സാരി വളരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉടുക്കാൻ ശ്രദ്ധിക്കുക. സാരിയുടെ കോണലുകളോ അല്ലെങ്കിൽ വലിച്ചുടുക്കുന്ന ആ രീതിയോ അങ്ങനെയൊന്നും ചെയ്യരുത്. സാരി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ടക്കിൻ ചെയ്യാൻ നോക്കണം. അണ്ടർസ്കേർട്ട് ഓക്കെ അല്ല, ഫ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ നടക്കുന്ന സമയത്ത് കാലിൻ്റെ ബാക്കിലേക്ക് നമ്മൾ കാല് വയ്ക്കുന്ന സമയത്ത് കാല് ചെന്ന് തട്ടുന്നത് സാരിയിലാണെങ്കിൽ സാരി മുകളിലേക്ക് മടങ്ങാൻ ചാൻസ് കൂടുതലാണ്. സാരി ഫ്ലിപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് മുകളിലേക്ക് മടങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അണ്ടർസ്കേർട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ സാരി ഒരിക്കലും ഫ്ലിപ്പ് ചെയ്യത്തില്ല. അപ്പോൾ അണ്ടർസ്കേർട്ടിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് അണ്ടർസ്കേർട്ട് കറക്റ്റ് ഇറക്കത്തിൽ തന്നെ സെറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നടക്കുന്ന സമയത്ത് സാരിയിൽ കാല് തട്ടുന്ന സമയത്ത് അണ്ടർസ്കേർട്ടിൽ തട്ടിയിട്ട് സാരിക്ക് ഒരു സേഫ് കിട്ടുകയും സപ്പോർട്ട് കിട്ടുകയും സാരി മുകളിലേക്ക് ഫ്ലിപ്പ് ചെയ്യാതെ നോർമലായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് സാരി എങ്ങനെ ടക്കിൻ ചെയ്യാൻ നോക്കാം. ഞാനിത് വലതുവശത്ത് നിന്ന് ചുറ്റി വരുവാണ്. വലതുവശത്തേക്ക് ടക്കിൻ ചെയ്ത് ചുറ്റി വരുന്ന സമയത്ത് സാരി സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിർത്തിക്കൊണ്ട് ടക്കിൻ ചെയ്യാം. സാരി ഇതേ പൊസിഷനിൽ തന്നെ നിർത്തി സാരി ഇതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് നിർത്തി ടക്കിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ കോട്ടൺ ടൈപ്പ് സാരികളിൽ മാക്സിമം സാരി ഫോൾ വെച്ചിട്ട് സാരി ഡ്രൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ കോട്ടൺ ടൈപ്പ് സാരികളിലാണ് കൂടുതലും ഫ്ലിപ്പ് ചെയ്യുന്നത്, കൂടുതലായിട്ട് കാണുന്നത്. ഇതുപോലെ പട്ട് സാരികളിലും ഫ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്തത്, എങ്ങനെ അപ്പർ പ്ലീറ്റ് 9-10 പ്ലീറ്റ് വരെ നമുക്ക് അപ്പർ പ്ലീറ്റ് സെറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. മുന്താണി എടുത്തിട്ട് നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസിൽ, അതായത് ഈ മുന്താണിയുടെ ബോർഡറിൻ്റെ വീതി ഉണ്ടാവും, ആ വീതിക്കനുസരിച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച ശേഷം, ഇതിപ്പോൾ ഫസ്റ്റ് പ്ലീറ്റാണ്, അടുത്തത് സെക്കൻഡ് പ്ലീറ്റ് മുതൽ നമ്മൾ ചെറുതാക്കി എടുക്കുക. എത്രത്തോളം നമുക്ക് ചെറുതാക്കി എടുക്കാൻ പറ്റും അത്രത്തോളം നമുക്ക് ഫ്രണ്ടിൽ പ്ലീറ്റ് അറേഞ്ചായി കിട്ടുന്നതാണ്. ഇത് ലാസ്റ്റ് പ്ലീറ്റ്. ഇതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഇതൊന്നിങ്ങനെ കുടയുമ്പോൾ തന്നെ കണ്ടോ, ലെയർ അറേഞ്ചായി വരും. എന്നിട്ട് അവിടെ വച്ചിട്ട് തന്നെ ഒരു പിൻ കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ച് അറേഞ്ച് ചെയ്ത ശേഷം നമുക്ക് ഈ പോർഷൻ, ഇതിപ്പോൾ എനിക്ക് ഏകദേശം ഒരു 9-10 പ്ലീറ്റ് വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് പ്ലീറ്റ് അറേഞ്ച് ചെയ്ത ശേഷം ഈ പോർഷനിൽ ഒരു പിൻ കൊടുത്തു. ഇനി നമ്മൾ ബാക്കിയുള്ള പ്ലീറ്റ് അറേഞ്ച് ചെയ്തെടുക്കുക. ഇപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുമ്പം തന്നെ നമുക്ക് ആ മുന്താണിയുടെ ഒരു പ്ലീറ്റിൻ്റെ ഷേപ്പ് വരും. ആ ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് അറേഞ്ച് ചെയ്യുക.
ഇതുപോലെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഈ ഫസ്റ്റ് പ്ലീറ്റിൻ്റെ അകത്ത് മറ്റുള്ള പ്ലീറ്റ്സ് നിൽക്കുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മുകളിൽ നിന്ന് ഇവിടെ മുതൽ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അതേ ഓർഡറിൽ അതേ ഷേപ്പിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കണം. കുറച്ചുകൂടെ ചെറുതാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 12-13 പ്ലീറ്റ് വരെ കിട്ടും. ബാക്കി നമ്മൾ ഇതുപോലെ തന്നെ പുറകിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ട് അതേ അളവിൽ അറേഞ്ച് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, ഫസ്റ്റ് പ്ലീറ്റിൻ്റെ അകത്ത് വേണം മറ്റുള്ള പ്ലീറ്റ്സ് എത്താൻ നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഫസ്റ്റ് പ്ലീറ്റിനെ തള്ളിയിട്ട് പുറകോട്ട് അടുത്ത പ്ലീറ്റ് നിൽക്കാൻ പാടില്ല. അതായത് ഇങ്ങനെയൊന്നും നിൽക്കാത്ത രീതിയിൽ വേണം ഈ പ്ലേറ്റ്സ് അറേഞ്ച് ചെയ്യാൻ. എല്ലാം ഈ ഫസ്റ്റ് പ്ലേറ്റിനുള്ളിലായിരിക്കണം എല്ലാ പ്ലേറ്റും നിൽക്കേണ്ടത്. ഇതുപോലെ അറേഞ്ച് ചെയ്ത് പുറകിലേക്കിട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് മുന്താണിയുടെ ലെങ്ത് എത്രത്തോളം ഇറക്കമാണെന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചെക്ക് ചെയ്തതിന് ശേഷം മുന്താണിയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പിൻ കൊടുക്കാം. ഇതിപ്പോൾ കട്ടിയുള്ള മെറ്റീരിയൽ, ഇപ്പോൾ കുറച്ച് ഒതുങ്ങുന്ന ടൈപ്പ് മെറ്റീരിയലാണ്. ഇപ്പോൾ കട്ടിയുള്ള ഒതുങ്ങാത്ത ടൈപ്പ് നല്ല കട്ടിയുള്ള സിൽക്ക് സാരി മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയൽ മുന്താണി എടുക്കുന്നവർ ജസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് പോകുന്ന അത്രയും പോർഷനിൽ അവിടെ പിൻ കൊടുത്ത് വേണം പോകേണ്ടത്. ഇല്ലെങ്കിൽ ആ ഭാഗം ഇങ്ങനെ ബഡ് ചെയ്തിരിക്കും, നമുക്ക് അങ്ങനത്തെ ഒരു ഫീല് കിട്ടും. പ്ലീറ്റ് അറേഞ്ച് ആവാത്ത പോലത്തെ ഒരു ഫീല് കിട്ടും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എടുത്തെടുത്ത് പോകുന്ന സമയത്ത് തന്നെ പിൻ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പം ഇത്ര എടുത്തിട്ട് ഈ പോർഷനിൽ ഈ സാരിക്കല്ല പറയുന്നത്, കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലിന് പറയുന്നതാണ്. ഇതിൻ്റെ അടിയിലൊരു പിൻ കൊടുക്കുക. പിൻ കൊടുത്ത് വീണ്ടും അടുത്ത് ബാക്കി ഇതുപോലെ പ്ലീറ്റ് എടുത്ത് നമ്മൾ മുന്താണിയുടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ആ പോർഷൻ വരുമ്പോൾ സെറ്റ്. ഇപ്പം ഞാനിവിടെ മുന്താണി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് അറേഞ്ച് ചെയ്ത ശേഷം, ഇതിപ്പോൾ ഓൾറെഡി ഇത് അറേഞ്ച് ചെയ്ത് പിൻ ചെയ്ത് വയ്ക്കുന്നവർക്ക് പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ കയ്യിൽ അറേഞ്ച് ചെയ്ത് എടുത്തത് കൊണ്ട് തന്നെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ട് ഓരോ പ്ലീറ്റും. ഫസ്റ്റ് പ്ലീറ്റിൽ നിന്ന് കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ പ്ലീറ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ രണ്ടാമത്തെ പ്ലീറ്റിനകത്ത് പിൻ ചെയ്ത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് വരുമ്പം ഇതിൻ്റെ അറ്റത്ത് നമ്മൾ നേരത്തെ കൊടുത്തൊരു പിന്നുണ്ട്, അതിനെ നമ്മളങ്ങ് റിമൂവ് ചെയ്യുക. റിമൂവ് ചെയ്ത ശേഷം കുറച്ച് മുകളിലേക്കായിട്ട് വേണമെങ്കിൽ മാറ്റിയിട്ട് പിൻ ചെയ്യാം. നമ്മൾ നേരത്തെ പ്ലീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ എൻഡിൽ പിൻ ചെയ്തത്. നേരത്തെ പ്ലീറ്റ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇത് മാറ്റിയിട്ട് നേരത്തെ മുകളിൽ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് പ്ലീറ്റ് മാറ്റിയിട്ട് ഒരു പിന്ന് ഇതുപോലെ അകത്ത് കൊടുക്കാം. അകത്ത് കൊടുത്ത് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. അതുപോലെ ഇവിടെ പിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബ്ലൗസിൻ്റെ ഷേപ്പിനനുസരിച്ചിട്ട് ഇങ്ങനെ കയറ്റിയിട്ടൊന്ന് പിൻ ചെയ്യരുത്. ഞാൻ എൻ്റെ ഒരു 2-3 വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കലും ഇങ്ങനെ കയറ്റിയൊന്ന് പിൻ ചെയ്യരുത്. പകരം മുന്താണി സ്ട്രെയിറ്റ് ആണ് നിൽക്കേണ്ടത്. മുന്താണി സ്ട്രെയിറ്റ് നിൽക്കുന്ന രീതിയിൽ വേണം പിന്നും ഫിക്സ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ പുറകെ വശത്ത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ മുന്താണി സെറ്റ് ചെയ്താൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത് നമുക്ക് ലോവർ പ്ലീറ്റ് അറേഞ്ച് ചെയ്തതിന് ശേഷം, അതായത് ടക്കിങ് ചെയ്തതിന് ശേഷം സൈഡിൽ എക്സസൈസ് വരുന്ന സാരിയുടെ പാർട്സ് നമ്മൾ എങ്ങനെയാണ് ടക്കിങ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ഇനി അത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ലോവർ പ്ലീറ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞു. നമ്മൾ പ്ലീറ്റ് എല്ലാം എടുത്ത് ടക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രോബ്ലം വരും. ഈ ടക്കിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ കുറച്ച് തുണി ഇതുപോലെ നിൽപ്പുണ്ടാകും, കുറച്ച് സാരിയുടെ പോർഷൻസ് ഇതുപോലെ നിൽപ്പുണ്ടാകും. അപ്പോൾ നമ്മളിത് എന്ത് ചെയ്യണം എന്ന് മുന്നേയൊക്കെ സാധാരണ സാരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ ചുരുട്ടി പുറകിലോട്ടൊക്കെ ആക്കിയിട്ട് മടക്കി ഉള്ളിലേക്ക് കയറ്റി ഇതുപോലെ വയ്ക്കും. അപ്പോൾ വീണ്ടും ഇവിടെ ഇതുപോലെ കാണും. ഇത് വീണ്ടും ബാക്കിലേക്ക് ചുരുക്കി വയ്ക്കും. പകരം നമ്മൾ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വലുതാക്കി എടുത്താൽ, ഈ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വലുതാക്കി എടുത്താൽ ഇവിടെയും ഭംഗിയായിട്ടിരിക്കും. ഇവിടെ എക്സസ് ആയിട്ട് പോർഷൻസ് കാണത്തുമില്ല. ഞാൻ ടക്കിങ് ചെയ്തു. ഇതും അതേ സ്ഥാനത്ത് തന്നെ ടക്കിങ് ചെയ്യാം. ഇവിടെ നീറ്റായിട്ട് കിട്ടും നമുക്ക്. ഇന്നത്തെ ടിപ്സുകളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.